നമ്മളെ മുമ്പിലുള്ളതാണ് ആര് സന്തോഷം വേണ്ടിട്ട് ഇങ്ങനെ പഴം പോലേക്ക് അത് എന്തെങ്കിലും ഒന്ന് പറയണോ. പുള്ളിയുടെ പോക്ക് കണ്ട ഇപ്പൊ പുള്ളി എല്ലാരും ഭയങ്കരമായിട്ട് പണ്ഡിതനായി ശരിക്ക്. എത്ര തെറി പിടിച്ചു കണക്കുണ്ട് ആ മനുഷ്യനെ. പക്ഷേ ഇത് എൻ്റെ ഒരു അഭിപ്രായത്തില് അവൻ അതായിരുന്നു ബിസിനസ് മൈൻഡ് ഉള്ളവനായിരുന്നു. അതാണ് അയാളുടെ ഒരു പ്ലസ് പോയിന്റ്. അവൻ യഥാർത്ഥത്തില് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. അവന്റെ ഇംഗ്ലീഷ് ആയിട്ടായിരുന്നു കിട്ടുന്ന സാധനം. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ടു വിൻ വി വാണ്ട് ഫ്രണ്ട്സ്, ഇഫ് ഹി വാണ്ട് എ ഡിസ്റ്റിങ്ഷൻ ഓഫ് വിന്നിങ് വി വാണ്ട് എനിമീസ് എന്നാണ്. വിജയിക്കാൻ സുഹൃത്തുക്കൾ വേണം, വൻ വിജയങ്ങൾക്ക് ശത്രുക്കൾ വേണം. കിട്ടുന്ന സാധനം നീ ഒരു സംഭവമാ, നീ സെറ്റപ്പാ, നീ മഹാനാ. രക്ഷയില്ല. അപ്പൊ നമ്മള് കൊണ്ടമാര് അത്രേ ഉള്ളൂ. പ്രാർത്ഥനയൊക്കെ ഉണ്ടോ ജീവിതത്തില്? ആവശ്യത്തിന്. അതായത് നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ നമുക്ക് അത് മനുഷ്യൻ അങ്ങനെയാണ്. നമുക്കൊരു ആത്മധൈര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ഏതാണ് അത് പ്രാർത്ഥിക്കും. വിശ്വാസിയാണ്, അവിശ്വാസി അല്ല, അന്ധവിശ്വാസിയല്ല. അടുത്തതായിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഏത് പാട്ടാണ് പാടുന്നത്? അതും രവീന്ദ്ര മാസ്റ്റർ പാട്ടാട്ടോ, നീലഗിരി എന്ന ചിത്രത്തിലെ പാട്ടാണ്. ഓക്കെ. കിളിപാടുമേതോ മലമേടു കാണുവാൻ കുളിർക്കാറ്റു പോലെ ആടിവാവാ, ഒരു മഞ്ഞു തുള്ളിയിൽ മഴവില്ലു പൂവിടും മധുമാസമേ വരുന്നവാ, കറുകനാമ്പും കവിത മൂടും ഹരിതഭൂവിൽ മൃദുലഗാനം ചിരിച്ചു പാടും കല്ലോലിനി ഈ പൂവനം മനോഹരം വരൂ തെല്ലുനേരം, കറുകനാമ്പും കവിത മൂടും ഹരിതഭൂവിൽ മൃദുലഗാനം. ഈ സംഗീതവും ഈ പറയുന്ന നിങ്ങളുടെ ശാരീരിക ക്ഷമതയും ഇതൊക്കെ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? സംഗീതം ശാരീരിക ക്ഷമതയല്ല, നമുക്ക് മാനസികമായിട്ടുള്ള ഡൗൺ ആയ സമയത്ത് നമുക്കത് ഉത്തേജിപ്പിക്കാനും നമ്മളെ മൈൻഡ് മാറ്റിയിട്ട് ഫ്രഷ് ആക്കാനും അതിനോടുകൂടി നമുക്ക് ബോഡി എനർജിയും കിട്ടും. പല ആൾക്കാരും പറയും ഇതൊക്കെ സത്യമാണ്. എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനൊരു കാലത്ത് ഇവിടുത്തെ ഞാൻ പറഞ്ഞല്ലോ ഒരു റൂമിൽ 9 വർഷം ഉണ്ടായിരുന്നു. അന്ന് ഈ പാട്ടും ഒരുപാട് നല്ല ബുക്സും വായിച്ച ആളാണ്. 1100 ബുക്ക് വായിച്ചിട്ടുണ്ട് ഞാൻ ലൈബ്രറിയിൽ നിന്ന്. MT അടക്കം ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു മൊത്തം ആ ബുക്ക് കാണാനായിട്ട്. ഏറ്റവും കൂതറ മുതൽ ഏറ്റവും ഹൈ ക്ലാസ് വരെയുള്ള നോവലുണ്ട് അതിൽ. ഏറ്റവും ലാസ്റ്റ് വായിച്ച ബെന്യാമിന്റെ ആടുജീവിതം. അത് കുറച്ച് പുതിയ ബുക്കാണ്, നല്ലതാണ്, ഇഷ്ടപ്പെട്ടാണ്. ആരാച്ചർ വായിച്ചില്ല, കിട്ടിയില്ല. ഓക്കെ, പാട്ട് റെഡിയാണോ? പാട്ട് നമുക്ക് നോക്കാം. യെസ്, മഴവിൽ കോടിയാൽ പാവാടയിടാ, പൊന്നായ പൊന്നു കൊണ്ടു മൂടാ, മഴവിൽ കോടിയാലെ പാവാടയിടാ, പൊന്നായ പൊന്നു കൊണ്ടു മൂടി മൂടി ഓമനിക്കാം, പാൽക്കനവിൽ നീരാടാൻ, കരയാതെ കണ്ണുറങ്ങ് ആതിര കുഞ്ഞുറങ്ങ്, മാറോടു ചേർന്നുറങ്ങ് താമരത്തേനുറങ്ങ്, കൈവളരാൻ നേരം പദമായിരം വേണം, കൈവളരാൻ നേരം കണ്ണായിരം വേണം, വാരിട്ടു കണ്ണെഴുതി കിളിപ്പാട്ട് കൊഞ്ചേണം, കരയാതെ കണ്ണുറങ്ങ് ആതിര
കുഞ്ഞുറങ്ങ. ഓക്കെ, അപ്പൊ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. 1 മുതൽ 100 വരെയുള്ള സംഖ്യകളിലെ എത്ര പ്രാവശ്യം 9 ഉണ്ട്? ഈസി ക്വസ്റ്റ്യൻ ആണ്. 1 മുതലുള്ളത് 1 മുതൽ 100 വരെയുള്ള അക്കങ്ങളിൽ എത്ര പ്രാവശ്യം 9 പറയുന്നുണ്ട്, എണ്ണുന്നുണ്ട്? ഉത്തരം പറഞ്ഞ അതിന്റെ ഉത്തരം എന്ന് തോറ്റാ? തോറ്റു. അപ്പം തോറ്റ സ്ഥിതിക്ക് എന്തായാലും ഞാൻ ഉത്തരം പറയാം. 1 മുതൽ 10 വരെയില് ഒരു പ്രാവശ്യം 9, 19, 29, 39, 49, 59, 69, 79, 89, 99, പിന്നെ ആയില്ലേ? പിന്നെ 99 മുമ്പ് 90 കഴിഞ്ഞിട്ടില്ലേ? 90 വന്നില്ലേ? 90, 99, 99, 91, 92, 92, 93, 94, 95, 96, 97, 98, 99, 22 പ്രാവശ്യം 9 ഉണ്ട്. ഓക്കെ, നമ്മുടെ ശശിയേട്ടൻ നല്ല സുന്ദരനാണ് കേട്ടോ. മുടിയൊക്കെ നല്ല സ്റ്റൈലാണ് കേട്ടോ. പുറകിലൊക്കെ നന്നായിട്ട് പഴയ ആരും ദി കിങ്ങിലെ മമ്മൂട്ടിന്റെ പോലത്തെ. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഓർക്കും. അതേപോലെ തന്നെ ശശിയേട്ടന്റെ പ്രാർത്ഥനയില് ഞങ്ങളെ ഓർക്കുക, ഞങ്ങളെ ചങ്ങായിമാരെ ഓർക്കുക. ഞങ്ങളെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നല്ലവരായ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കും കൂടെ പ്രാർത്ഥിക്കുക കേട്ടോ. കാരണം വെച്ചാൽ ഇത് കലാകാരന്മാരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഞങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ, സ്റ്റേജുകൾ, ഇതൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം ഞങ്ങൾ വിളിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. Thanks for watching.